വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ് ഉണ്ട്. PJ വിൻസെന്റ്, ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഖത്തറിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ദോഹയിലേക്ക് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ ഗാസയ്ക്ക് പുറത്ത് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവകരമല്ലേ? ഇത് ആരെ ലക്ഷ്യമിട്ടായി ആണ് ഈ ഒരു ആക്രമണം എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ല, ഇസ്രായേല് ഹമാസിനെ ലക്ഷ്യമിട്ട് ഏതറ്റം വരെയും ആക്രമണം നടത്തും എന്നുള്ള നിലപാടാണല്ലോ അവരുള്ളത്. അത് 1970-കളിലുമൊക്കെ അവർ സ്വീകരിച്ച സമീപനമാണ്. ഇസ്രായേലി ലക്ഷ്യങ്ങളിൽ ആക്രമിക്കുന്ന ആളുകൾ, അത് ഫലസ്തീനിയനിലെ ഫത്തഹ് ആണെങ്കിലും ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിലും അല്ലെങ്കിൽ ഹമാസിന്റെ ആളുകളാണെങ്കിലും, അവര് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ചെന്ന് അവരെ ആക്രമിക്കുക, വധിക്കുക എന്ന ഒരു സമീപനമാണ് മൊസാദ് കാലാകാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. അപ്പം അവര് ഇറാന്റെ തലസ്ഥാനത്ത് പോയിട്ടാണല്ലോ ഇസ്മായിൽ ഹാനിയനെ വധിക്കുന്നത്. അപ്പം അത്തരത്തിൽ കവേർട്ട് ഓപ്പറേഷൻ നടത്തുന്ന ഒരു ശീലം ഇസ്രായേലിന് പണ്ടേ ഉണ്ട്. അതേസമയം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് ഒരു വ്യോമാക്രമണം നടത്തുക എന്നത് ഇതാദ്യമാണ്. അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ രംഗത്തിൽ ഒരു നയമാറ്റത്തിന്റെ സൂചന കൂടി ഇത് നൽകുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ടറേറ്റ് ആണ് ഖത്തർ. മാത്രമല്ല, ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളം ദക്ഷിണേഷ്യയിൽ ഉള്ളത് ഖത്തറിലാണ്. ഇത്തരം ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഹമാസുമായിട്ടുള്ള ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഖത്തറും ഈജിപ്തുമാണ്. ഇത്തരം ഘടകങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഖത്തറിന്റെ പ്രതിനിധികളുമായി നിരന്തരം ഗാസ യുദ്ധം സംബന്ധിച്ച് നെഗോഷിയേഷൻ ടേബിളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇത്തരം ഘടകങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഹമാസിന്റെ നേതാക്കളെ വധിക്കാൻ എന്ന പേരിൽ ഖത്തറിന്റെ ഒരു പരമാധികാര രാഷ്ട്രമായ ഖത്തറിന്റെ രാജ്യപരമാധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് അവിടെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ്. അത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമേ അല്ല. ഇസ്രായേൽ നിരന്തരമായി ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അത് തന്നെയാണ്. സ്റ്റേഷൻ മേഖലയിലുള്ള വിവിധ രാജ്യങ്ങളുടെ പരമാധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് ആക്രമണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമീപകാലത്ത് സിറിയയിൽ അവർ കടന്നാക്രമണം നടത്തി. ഇസ്രായേൽ സേന ഇറാനെ ആക്രമിച്ചതിന്റെ വിശദാംശം നമുക്കറിയാം. ഹൂത്തികൾക്കെതിരായിട്ട് യമന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ബോംബിംഗ് നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഖത്തറിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം അതൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് എന്നത് മാത്രമല്ല, വലിയ സാമ്പത്തിക ശക്തിയാണ്. മാത്രമല്ല, അങ്ങേയറ്റം സമാധാന പ്രിയരായിട്ടുള്ള ഒരു രാജ്യമാണ്. ചെറിയൊരു കുഞ്ഞൻ രാഷ്ട്രമാണ്. അവരൊരു രാജ്യത്തെയും കടന്നാക്രമിക്കാൻ പോകുന്നില്ല. അവരുടെ വലിയ സാമ്പത്തിക ശേഷി ഉണ്ട്. മറ്റു രാജ്യങ്ങളെ അവർ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ കാലാകാലങ്ങളായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ വളരെയധികം നന്ദി PJ വിൻസെന്റ് ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും ഇപ്പോൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്കാണ് ഇസ്രയേൽ വ്യോമാക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ദോഹയിൽ നിരവധി ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഇപ്പോൾ.